ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. നമ്മളെ പോലത്തെ ഒരു കോലൻ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനല്ലല്ലോ. അത്തരം വരികളാണ് അവരൊക്കെ എഴുതുന്നത്. അപ്പോൾ അത്തരം സൂഫി ടച്ചുള്ള പാട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അതിന് ശേഷം ഈ 10 വർഷത്തിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ആൽബം സോങ്ങോ അങ്ങനത്തെ ഏതെങ്കിലും പാട്ട് പാടിയിട്ടില്ല. ഞാൻ 10 ദ്വീപിലും എന്നെ അറിയപ്പെടും. ഞാൻ രാഷ്ട്രീയത്തിലും ഒക്കെ എന്നെ എല്ലാവരും കൊണ്ടുപോയി 10 ദ്വീപിലും പാടിക്കുന്ന ആളാണ്. പിന്നെ അതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഞാനൊന്നും പാടിയിട്ടില്ല. സൂഫി ഗാനങ്ങൾ മാത്രമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും അർത്ഥവത്തായ വരികളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ ചിന്തിച്ച് എനിക്കും ഒരെണ്ണം എഴുതണം എന്ന് തോന്നിയിട്ടുണ്ടോ? എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബഷീർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ നാട്ടുകാരനാണ്, അമിനി ദീപകാരനാണ്. അപ്പം മൂപ്പരിങ്ങനെ എഴുതുമ്പോൾ മൂപ്പരടുത്തിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൽ, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലാതെ പിന്നെ എഴുതാൻ നമുക്കില്ല. കാരണം ഞാനൊന്നും ഒന്നും പഠിച്ചിട്ടില്ല, മുട്ടാനും പഠിച്ചിട്ടില്ല, കൊട്ടാനും ഒന്നും പഠിച്ചിട്ടില്ല. ഞാനെല്ലാം എൻ്റെ സ്വയം ചെയ്യുന്നതാണ്. മുട്ടലും എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പാടുമ്പോൾ ഞാൻ തന്നെ മുട്ടും. ഞാനുള്ള സദസ്സിൽ നമ്മളെ ദ്വീപിൽ ആരും മുട്ടൂല, എന്നെ കൊണ്ട് തന്നെയാണ് മുട്ടിക്കുക. താളം പിടിപ്പിക്കലെല്ലാം എന്നെ കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നടക്കുന്നില്ല. നമ്മൾ അത്ര ഒന്നും ആയിട്ടില്ല. നമ്മളൊരു ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പാടുന്ന ഒരാളായിരുന്നു. പിന്നെ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? എന്ത് പൊസിഷനിലേക്ക് എത്തണമെന്നാണ്? ഇപ്പൊ എന്തായാലും ഇത്രയും എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലും വലുത് എന്താണ് ആഗ്രഹിക്കുന്നത്? അതിന് പറയാൻ പറ്റില്ല. ഇതിന് ഇങ്ങനെ തന്നെ പോട്ടെ, നോക്കട്ടെ അവസാനം എങ്ങനെയാണെന്ന് നോക്കാം. എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ്. പാട്ട് സിനിമയിൽ പാടണമെന്ന് ആഗ്രഹിക്കും. സിനിമയിൽ പാട്ടാൻ ചാൻസ് സിനിമയില് നമ്മളവിടെ ഒരു അനാർക്കലി പൃഥ്വിരാജ് ചേട്ടൻ അവര് അഭിനയിച്ച പടം ഉണ്ടായിരുന്നല്ലോ, അനാർക്കലി. അത് ലക്ഷദ്വീപിലാണ് ഇതാക്കിയത്. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അനാർക്കലിന്റെ സംവിധായകൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാനൊരു പാടിയൊരു പാട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് ശ്രദ്ധിച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കേൾക്കും. അത് ഇപ്പോഴും ഉണ്ട് ആ പടത്തിൽ. അത് പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വേടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വേടിഞ്ഞങ്ങ് പാറിടും. പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വേടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വേടിഞ്ഞങ്ങ് പാറിടും. ഈ പാട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പാടിയൊരു പാട്ടാണ്. അതായത് നമ്മളെ ലക്ഷദ്വീപിൽ പാടി മറഞ്ഞതായ, മുൻഗാമികൾ പാടി മറഞ്ഞതായ പാട്ട്. അത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ ട്രെൻഡിനനുസരിച്ച് അപ്പോഴുള്ള ആ ട്രെൻഡിനനുസരിച്ച് പാടിയതാണ്. അത് കിൽത്താൻ ദ്വീപിലുള്ള സലീം എന്ന് പറഞ്ഞ ഒരു ചെങ്ങയാണ് എനിക്ക് ഈ പാട്ട് തരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എൻ്റെ ദ്വീപുകാരനല്ല, വേറൊരു ദ്വീപാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരാണ് ഈ പാട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അന്ന് പാടിയ സദസ്സിൽ അന്ന് ജഡ്ജ്മെൻറ്റിന് ഇരുന്നത് ഈ പാലപ്പെട്ടി ഉസ്താദാണ്, അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദാണ് എന്നെ കൊണ്ട് ഈ പാട്ട് ഔട്ടിലേക്ക് പാടിച്ചത്. പിന്നെ അത് കേട്ടിട്ട് ഈ അനാർക്കലിൻ്റെ സംവിധായകൻ എന്നെ ഫോൺ ചെയ്തിട്ട് ഈ പാട്ട് പാടാൻ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇങ്ങനെ വരുന്നുണ്ട്, പൃഥ്വിരാജ് ഞങ്ങളൊരു പടം അഭിനയിക്കാൻ നിങ്ങളെ വിളിക്കും, വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അയാൾ. അപ്പോൾ പിന്നെ അവർ ദ്വീപിൽ വരുമ്പോഴേക്ക് ഞാൻ കണ്ണൂരിൽ വേറൊരു പരിപാടിക്ക് വന്നു, കണ്ണൂർ ഭാഗത്ത്. പിന്നെ എനിക്ക് അങ്ങനെ അത് എത്തിയിട്ടില്ല. പിന്നെ അവരെന്ത് ചെയ്തു, നമ്മളെ വോക്കൽ മാത്രം. എന്നാലും നോക്കി എന്തൊരു ഭാഗ്യമാണ്, പലരും ചാൻസ് അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ തേടി വരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ നമുക്കൊരു സന്തോഷമായിരുന്നു. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിപ്പോ അനാർക്കലി പടത്തിൽ ഇപ്പൊ ഇതുണ്ട്, ആ പാട്ടിന്റെ ഒരു 4 വരി അവരെടുത്തിട്ടുണ്ട്. ആ ഒരു വോക്കൽ, നമ്മള് ആ വോയിസ് മാത്രം നമ്മുടെ വരികൾ അവരെടുത്തു.